ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ആശുപത്രിയിലേക്ക് മാറ്റി. അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കാൻ പാകിസ്ഥാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഗുരുതര നേത്രരോഗവും അനുബന്ധ പ്രശ്നങ്ങളും ഇമ്രാൻഖാനെ അലട്ടുന്നതായി കോടതി കണ്ടെത്തി. അഴിമതി കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട ഇമ്രാൻഖാൻ 2023 ഓഗസ്റ്റ് മുതൽ പാകിസ്ഥാനിലെ അഡ്വാല ജയിലിൽ കഴിയുകയാണ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഇപ്പോൾ ഇമ്രാൻഖാന്റെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയാണ്? പക്ഷേ തീർച്ചയായും ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണുള്ളത് എന്നാണ് അടുത്ത കാലങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഗൗരവമേറിയ ഒരു സാഹചര്യമുണ്ട്. വിവിധ രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മൂർച്ഛിച്ച പ്രമേഹത്തെ തുടർന്ന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ ഇടപെടൽ ഒരു അനിവാര്യമായി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഇമ്രാൻഖാന്റെ സഹോദരിമാർ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ കോടതിയെ സമീപിക്കുകയും കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2023 മുതൽ ഈ അഡ്യാല ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ സെപ്റ്റംബർ 16 വരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃത്യമായ ചികിത്സ ലഭ്യമാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 16-ന് കേസ് പരിഗണിക്കുമ്പോൾ തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന അറിയിപ്പാണ് ലഭ്യമായിരിക്കുന്നത്. ഉത്തരവിട്ടതിന് പിന്നാലെ വൈകാതെ തന്നെ ഇമ്രാൻഖാനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തോഷഖാന ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളിൽ ഏതാണ്ട് 30 വർഷത്തോളമാണ് ഇമ്രാൻഖാനെതിരെ ശിക്ഷ വിധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ശിക്ഷ അനുഭവിക്കുകയാണ് 2023 മുതൽ അദ്ദേഹം ജയിലിൽ എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിനെ സുപ്രീം കോടതി ഉത്തരവിടുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അക്ഷയ, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.